3215 ദിവസത്തെ കാത്തിരിപ്പ്. വുമൻസ് ഇൻ സിനിമ കളക്റ്റീവ് അവരുടെ പോസ്റ്റാണ്, കണ്ടില്ലേ? 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്ത് ചൂടൻ. എനിക്ക് ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇതുപോലെ പല പോസ്റ്റുകൾ കാണുമ്പോഴും പല ചാനലുകളുടെ റിപ്പോർട്ട് കാണുമ്പോഴും പല വ്യക്തികളുടെ പോസ്റ്റ് കാണുമ്പോഴും ഈ കൊട്ടേഷൻ വിഷയത്തിൽ 8-ാം പ്രതിയായിട്ട് നമ്മുടെ നടൻ ദിലീപ് വന്നിട്ടുള്ള കേസിൽ ആ കുട്ടി, പേര് പറയാൻ ഇപ്പോഴും പറ്റാത്തതുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തയായ നടിക്ക് നീതി കിട്ടണം എന്നതല്ല പലരുടെയും ലക്ഷ്യമെന്ന് തോന്നിപ്പോവും. 8-ാം പ്രതിക്ക് എങ്ങനെയെങ്കിലും തൂക്കുമരം കിട്ടണം എന്നതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അതെങ്ങനെയാണ് അങ്ങനെയൊരു രീതിയിൽ നമ്മുടെ ജനം ഈ കേസിനെ കൊണ്ടുപോയത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ കേസിൻ്റെ ആ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ചാനലുകളും എങ്ങനെയെങ്കിലും ദിലീപ് എന്ന മനുഷ്യനെ കത്തിച്ച് കളഞ്ഞാൽ മതി കോടതി എന്നുള്ളതാണ്. നാളെ നേരം വെളുക്കുമ്പോൾ കോടതി ഫസ്റ്റ് പറയണം പൾസർ സുനിയും ബക്കുപൊട്ടിയും മറ്റുള്ള 7 പ്രതികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് 8-ാം പ്രതിനെ ഇങ്ങോട്ട് വിളിക്കുക, കഴുത്തങ്ങ് വെട്ടിക്കൊല്ലുക, അതും പോ ചാവ് പും എന്ന് പറയേണ്ട വിധിയായിരിക്കണം നാളെ പുറപ്പെടുവിക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളും കുറേ സ്ത്രീകളും ഇത്തരം സംഘടനകളും ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്നെപ്പോലെ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത് ആ വിക്ടം, ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് നീതി കിട്ടണമെന്നാണ്. അതിൽ ശിക്ഷിക്കപ്പെടുന്നത് ആരും ആവട്ടെ, എക്സ് ഓർ വൈ ആരും ആവട്ടെ, അത് ഇന്ന ആളാവണം എന്നല്ല, അത് ആരുമാവട്ടെ. നാളെ കോടതി പറയുന്നു ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കുന്നു. അത് പൾസർ സുനിയാവട്ടെ, എക്സ് ഓർ വൈ ഓർ ദിലീപേട്ടനാവട്ടെ, ആരുമാവട്ടെ, എക്സ് ഓർ വൈ, നമ്മളത് അംഗീകരിക്കും. കാരണം നമ്മളുടെ പ്രശ്നം ആ കുട്ടി അനുഭവിച്ചതാണ്. അല്ലാതെ ദിലീപ് എന്നൊരു വ്യക്തിയെ കാലത്തന്നെ ജഡ്ജി വിളിച്ചിട്ട് കൊണ്ടുവരുക, വെട്ടു അവനെ വെട്ടിക്കൊല്ലൂ, എല്ലാവർക്കും സന്തോഷം. നാളെ കോടതി പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രതികളും ഹാജരാവണമെന്ന്. സ്വാഭാവികം 8-ാം പ്രതിയും ഹാജരാവും. ഇന്ന് ആ അനുഭവിച്ച കുട്ടി അനുഭവിക്കുന്നൊരു പെയിനുണ്ട്. നാളെ ആ കേസിൻ്റെ വിധിയാണ്. ആ കുട്ടിയുടെ ആ പെയിൻ മെൽറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എങ്കിലും ഒരു ഇറ്റെങ്കിലും ആശ്വാസമുണ്ടാകുന്ന വിധി വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. അതിനപ്പുറം നിങ്ങളെല്ലാം പണ്ടേ ശിക്ഷിച്ചിട്ടുള്ള 8-ാം പ്രതിയായിട്ടുള്ള ദിലീപ് എന്ന നടൻ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ സമൂഹത്തിന് ആഗ്രഹമുള്ളൂ. സമൂഹം ഇൻ ദ സെൻസ് ഇവിടുത്തെ ലീഡിങ് മേജർ ചാനലുകൾ, റിപ്പോർട്ട് ചാനലിലൊക്കെ ഓൾറെഡി ദിലീപിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞു. ഇനി ആരാച്ചാര് വരെ പണി തുടങ്ങാത്രേ ഉള്ളൂ, വേറെല്ലാം കഴിഞ്ഞു. കഷ്ടമല്ലേ? വല്ലാത്തൊരു കഷ്ടമാണ്. അയാളും ഒരു മനുഷ്യനാണ് അല്ലേ? അയാൾക്കും ഒരു കുടുംബമുണ്ട്. അയാൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്, ഒരു കലാകാരനാണല്ലേ. ഞാൻ എപ്പോഴും പറയുന്നു, അദ്ദേഹമാണ് തെറ്റുകാരൻ എന്നെങ്കിൽ കോടതി അത് വിധിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഈ മുൻവിധികൾ കൊണ്ട് വിധി എഴുതി ഓൾറെഡി തൂക്കിക്കൊന്നു. എത്ര വർഷമായി നിങ്ങൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു? ശരിയല്ലേ? ഞാൻ ഇപ്പോഴും ആ കുട്ടിയുടെ ഒപ്പമാണ്. നിങ്ങൾക്കെല്ലാം ഈ ദിവസം പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോഴും നിങ്ങൾക്കെല്ലാം വേണ്ടത് ആ കുട്ടിക്ക് നീതി ലഭിക്കുക എന്നതല്ല, അപ്പുറം 8-ാം പ്രതി അല്ലേ തൂക്കിക്കൊല്ലണം, കല്ലെറിഞ്ഞു കൊല്ലണം. എന്താ ശരിയല്ലേ? കാണാം. കൂടുതൽ സമയമൊന്നുമില്ല ആ വിധിയിലോട്ടെത്താൻ. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. ബാക്കി വിധിക്ക് ശേഷം. താങ്ക് യു.